ജീവിതത്തെ വളരെയധികം പോസിറ്റീവായിട്ട് കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും എന്നെ തളർത്താൻ കഴിയുകയില്ല. എല്ലാം ചിരിച്ചുകൊണ്ട് നേരിടാൻ ഉള്ള ഒരു കപ്പാസിറ്റി ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഡെലിവറിയോടടുത്തപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ മനസ്സിൽ ചെറുതല്ലാത്തൊരു ഭയം ഉണ്ടായിരുന്നു. ഞാൻ ചിരിച്ചുകൊണ്ടാണ് നടന്നതെങ്കിൽ പോലും ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു. ഞാനത് വെളിയിൽ കാണിച്ചില്ല. ബിക്കോസ് എൻ്റെ മുഖം ഒന്ന് വാടിയാൽ, ഞാൻ ചെറുതായിട്ടൊന്ന് തളർന്നാൽ ജിനു അതിലപ്പുറമായി പോകും. ഞങ്ങൾക്ക് താങ്ങും തണലുമായിട്ട് ഞങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. നാട്ടിലാണെങ്കിൽ നമുക്ക് പേരൻസും എല്ലാവരും ഉണ്ട്. ഇവിടെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനതൊന്നും പുറത്ത് കാണിച്ചില്ല. അപ്പം ഞങ്ങളൊരു പെയിൻ സ്റ്റാർട്ട് ചെയ്തൊരു 11:30 ഒക്കെ ആയപ്പോഴാണ് ഹോസ്പിറ്റലിൽ വരുന്നത്. അപ്പം എൻ്റെ കാര്യം കുറച്ച് ഈസി ആയിരുന്നു കേട്ടോ. കാരണം സ്കാനിൽ കുഞ്ഞിന് കുറച്ച് തൂക്കക്കുറവുള്ളത് കൊണ്ട് തന്നെ എൻ്റെ ഇൻഡ്യൂസ് ചെയ്യാമെന്ന് അവർ പറഞ്ഞിരുന്നു. സിസേറിയൻ പോലെ തന്നെ എൻ്റെ കേസ് അവർ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പം ട്രൂ പെയിൻ വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ട വന്നില്ല. ഞാൻ അഡ്മിറ്റ് ആകാൻ വന്നപ്പോൾ തന്നെ എനിക്കൊരു 4 സെൻറ്റിമീറ്റർ ഡയലേഷൻ ഉണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് ദ സ്വീപ്പ് 3 സെറ്റ്സ് ഓഫ് സ്വീപ്പാണ് എൻ്റെ കഴിഞ്ഞത്. അപ്പോൾ നേരെ എനിക്ക് ലേബർ റൂമിലോട്ട് ഒരു അഡ്മിഷൻ കിട്ടി. അതുവരെ കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. താങ്ങും തണലുമായിട്ടൊരു സപ്പോർട്ടിനും ജിനുവും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ചെറുതല്ലാത്തൊരു ആശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ. 11:30 അഡ്മിറ്റായ ഞാൻ കൺട്രാക്ഷൻ പെയിൻ ഇടയ്ക്ക് വരുന്നെന്ന് പറഞ്ഞാലും ട്രൂ ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല. കാരണം ഇൻ്റർവെൽ കുറഞ്ഞ് വരുന്നിട്ടുണ്ടായിരുന്നില്ല. സോ അതൊരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നമുക്ക് ARM ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു. ARM എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ റപ്ചർ ഓഫ് മെംബ്രെയിൻസ്. ഇത് നമ്മുടെ കുഞ്ഞുണ്ടല്ലോ, ഒരു ബലൂൺ പോലെ ഒരു സാക്കിനകത്താണ് കിടക്കുന്നത്. അപ്പോൾ ആ ബലൂൺ പൊട്ടി ആ വാട്ടർ പോയി കഴിഞ്ഞാലേ കുഞ്ഞിന് വെളിയിലോട്ട് വരാൻ കഴിയത്തുള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി അത് തന്നെ അങ്ങ് പൊട്ടി പോകേണ്ടതാണ്. 2 മണിയായിട്ടും എൻ്റേത് പൊട്ടാത്തത് കൊണ്ട് അവർ പറഞ്ഞു നമുക്ക് ആർട്ടിഫിഷ്യലി പൊട്ടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഒരു നഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് എക്സ്പ്ലനേഷൻസിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഞങ്ങളത് സമ്മതിച്ചു. ഈ സ്വീപ്പ് പോലെ തന്നെ വളരെ ഇറിറ്റേറ്റിംഗ് ആയിട്ടും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ ഈ ARM ചെയ്യുക എന്ന് പറയുന്നത്. ആദ്യത്തെ നഴ്സ് ട്രൈ ചെയ്തെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി റപ്ചർ ചെയ്യാൻ പറ്റിയില്ല. സോ അവർ രണ്ടാമത് വേറൊരു നഴ്സിനെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ 2 പ്രാവശ്യം എനിക്ക് ചെയ്യേണ്ടി വന്നു. എനിവേ രണ്ടാമത്തെ പ്രാവശ്യം സക്സസ്ഫുള്ളി ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വാട്ടർ ബ്രേക്കായി. ഏറെ താമസിക്കാതെ തന്നെ എനിക്ക് ട്രൂ പെയിൻ സ്റ്റാർട്ട് ചെയ്തു. ട്രൂ പെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻ്റർവെൽ കുറഞ്ഞ് പെയിനിൻ്റെ കൺസിസ്റ്റൻസി അങ്ങനെ തന്നെയായിരിക്കും, അങ്ങനെ വരും. അങ്ങനെ വന്നുകൊണ്ടിരുന്നു. അപ്പം ഇത് ആദ്യം തന്നെ എനിക്ക് പെയിൻ റിലീഫിനുള്ള ഓപ്ഷൻസ് തന്നിരുന്നു. പെത്തഡിൻ, എപ്പിഡ്യൂറൽ ആൻഡ് ഗ്യാസ്, ഇത് 3ആണ് തന്നത്. എപ്പിഡ്യൂറൽ വേണ്ടാന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ബിക്കോസ് എപ്പിഡ്യൂറിന് കുറച്ച് സൈഡ് എഫക്റ്റ് ഒക്കെ ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുള്ളത് കൊണ്ട്. കാരണം ബാക്ക് പെയിൻ അങ്ങനത്തെയൊക്കെ. കാരണം എപ്പിഡ്യൂറിൽ എടുത്താൽ നമുക്ക് ഒട്ടും പെയിൻ അറിയത്തില്ല. കൺട്രാക്ഷൻ വരുമ്പോൾ ജസ്റ്റ് പുഷ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പക്ഷേ ഞാൻ അത് ആദ്യമേ പറഞ്ഞിരുന്നു വേണ്ട, ഞാൻ കുറച്ച് പെയിൻ സഹിച്ചോളാമെന്ന്. നെക്സ്റ്റ് ഓപ്ഷൻ പെത്തഡിനാണ്. പെത്തഡിൻ ഒരു 15 മിനിറ്റ് നമ്മുടെ ശരീരത്തിൽ ഇരുന്നാൽ അമ്പലിക്കൽ കോടി കൂടെ തന്നെ കുഞ്ഞിനെ അത് അഫക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ഓപ്ഷൻ ഗ്യാസാണ്. ഗ്യാസ് എന്ന് പറയുന്നത് നമ്മുടെ നൈട്രസ് ഓക്സൈഡ്. അത് ഇൻഹെയിൽ ചെയ്യുക. അത് ചെറിയ രീതിയിൽ നമുക്കൊരു പെയിൻ റിലീഫ് വരും. അപ്പോൾ അതിന് പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഗ്യാസ് മതി എന്നാട്ടോ പറഞ്ഞത്. അതാണ് നമുക്ക് കൺട്രാക്ഷൻ പെയിൻ വരുമ്പോൾ ഇൻഹെയിൽ ചെയ്യുക. ഒരു കുറച്ച് സെക്കൻഡ്സ് നമ്മളത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അത് റിലീസ് ചെയ്യുക. അപ്പം ഒരു ചെറിയ ഒരു പെയിൻ റിലീഫ് ഉണ്ടാകും. പക്ഷേ അത് പെയിൻ അറിയാതെ ഇരിക്കത്തൊന്നുമില്ല എപ്പിഡ്യൂറൽ പോലെ. പക്ഷേ എന്നിരുന്നാലും കുറച്ച് പെയിൻ ഞാൻ ടോളറേറ്റ് ചെയ്തോളാം. എന്നാലും കുഞ്ഞിനും നമുക്കൊന്നും ഒരു സൈഡ് എഫക്ട്സോ ആഫ്റ്റർ എഫക്ട്സോ ഒന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഗ്യാസ് സെലക്ട് ചെയ്തത്. Are you okay? Yeah. Right. What I'm going to do is, I'm going to ask you to put your legs back together, and then if you can lift your bum up a bit, so I'm able to get this wet one out, and we can get a nice dry one under you, if that's okay. I'm going to pop the dry one under a second. There we are, amazing. And then the wet one's coming out. There we are. Pop your bum back down, sweet, okay? ആദ്യത്തെ എൻ്റെ ഒരു ഡെലിവറിയുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നാട്ടിലായിരുന്നു. എനിക്ക് ഒരു വിധത്തിലുമുള്ള പെയിൻ റിലീഫ് മെഡിക്കേഷനും തന്നിട്ടുണ്ടായിരുന്നില്ല. അതങ്ങനെ ഒരു നാട്ടിലങ്ങനെ ഒരു ശീലമില്ലാന്ന് തോന്നുന്നു. ഇപ്പോൾ ആയി വരുന്നുണ്ട്. ഒരു ട്രെമഡോൾ പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ആ ഫുൾ പെയിനും ഞാൻ സഹിക്കുക തന്നെയാണ് ചെയ്തത്. സോ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇവിടെയും ഗ്യാസ് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഞാൻ അത് ഇത്രയും പെയിനൊക്കെ ഉണ്ടായിരുന്നപ്പോഴും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് ലാസ്റ്റത്തേൽ വെച്ചുകൊണ്ടിരുന്നു. കാരണം ഈ സമയത്തൊക്കെ എനിക്ക് നല്ല പെയിൻ വരുന്നുണ്ട്.
പെയിൻ വരും, എന്നിട്ടതും കുറയും. പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്ക് മാനേജ് ചെയ്ത് പോകാം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു കേട്ടോ. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു 4 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കിളി കംപ്ലീറ്റ് പോയി. സത്യം പറയുകയാണെങ്കിൽ അന്നേരം പറന്ന കിളികൾ ഇതുവരെ എനിക്ക് തിരിച്ചു വന്നിട്ടില്ലെന്ന് തന്നെ വേണം പറയാം. എനിക്ക് സഹിക്കാവുന്നതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ തുടങ്ങി. എന്നെക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അറ്റ് എ പോയിൻ്റ് ഞാൻ ചിന്തിച്ചു ഇത് വേണമായിരുന്നു എന്ന് പോലും ചിന്തിച്ചു പോയി. അങ്ങനെ ഞാൻ പറയാൻ പാടില്ല, ബട്ട് അതുപോലെ ആയിപ്പോയി. എനിക്കറിയത്തില്ല, അത് വാക്കുകൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ല. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലാത്തൊരവസ്ഥ. ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമുക്ക് പ്രഗ്നൻ്റ് ആയിപ്പോയി, അതൊരു ലാസ്റ്റ് സ്റ്റേജിലോട്ട് നമ്മൾ എത്തിപ്പോയി. ഇനി നമുക്ക് പ്രസവിച്ചേ പറ്റത്തുള്ളൂ, അതല്ലാതെ ഇതിനൊരു പരിഹാരമില്ല അല്ലേ? ആ വേദന, അപ്പം ഞാൻ അതെല്ലാം ചിന്തിക്കുമായിരുന്നു. എൻ്റെ ദൈവമേ, എനിക്കിനി ഇപ്പം ഇത് ഡെലിവറി, ഈ പെയിൻ സഹിച്ച് ഡെലിവറി ആക്കാതെ ഇത് പോസ്റ്റ്പോണ്ട് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ ഉള്ളൊരു ഓപ്ഷൻ ഇല്ലല്ലോ. ആ ഒരു ചിന്തയൊക്കെ വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ടും പെയിൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു മനുഷ്യന് സഹിക്കാവുന്നതിൻ്റെയൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ അപ്പുറമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് എനിക്ക് ഭയങ്കര പെയിൻഫുള്ളായിരുന്നു കേട്ടോ. 10 ഇയേഴ്സിൻ്റെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണോ എന്താണെന്നറിയത്തില്ല. എനിക്ക് ഒട്ടും പറ്റുന്നില്ല. തന്നെ ഞാനങ്ങ് തളർന്ന് വീഴുമായിരുന്നു. സത്യം പറയുവാണെങ്കിൽ ആ സമയത്ത് ജിനു എൻ്റെ അടുത്തുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു കേട്ടോ. കാരണം പെയിൻ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാനും നമ്മുടെ കൂടെ ഒരാളുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത വരിക എന്ന് പറയുന്നൊരു വലിയൊരു കാര്യമാണ്. നാട്ടിൽ ചില പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ ഇപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് എല്ലാ ഹോസ്പിറ്റൽസിലും അലോ ചെയ്യണം. നമ്മുടെ അമ്മമാരെയോ അല്ലെങ്കിൽ നമ്മുടെ ഹസ്ബൻഡ് ആരെങ്കിലും ഒന്ന് കയറ്റാം. കാരണം എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് തോന്നി. കാരണം ഒന്ന് ആലോചിച്ച്, ഇതുപോലെ ഇത്രയും ഒരു പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ തന്നെ അപരിചിതരായ ഒരു നഴ്സസും ഡോക്ടേഴ്സ് അവർ മാത്രമേ ഉള്ളൂ നമ്മുടെ കൂടെ റൂമിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ജിനു അടുത്തിരുന്ന് ആ കയ്യിലൊക്കെ ഒന്ന് പിടിക്കുമ്പോഴൊക്കെ എനിക്കറിയത്തില്ല ഞാൻ അനുഭവിച്ച ഒരു സമാധാനം എന്തോരമാണെന്ന്. അവിടെ കിടന്നുകൊണ്ട് എത്ര കൊന്ത ഞാൻ ചെല്ലാൻ ശ്രമിച്ചു എന്നും പറയാൻ പറ്റില്ല. കാരണം ശ്രമിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം ചെല്ലാൻ പറ്റുന്നില്ലായിരുന്നു. പകുതി അങ്ങ് പ്രാർത്ഥിച്ച് വരുമ്പോഴത്തേക്ക് നമ്മുടെ എന്താ പറയുക, പിടി വിട്ടു പോകുമല്ലോ. അതുപോലത്തെ പെയിനായിരുന്നു എനിക്ക് ഇപ്രാവശ്യം. ഞാൻ എപ്പിഡ്യൂറൽ എടുത്തില്ല, അതിന് സൈഡ് എഫക്റ്റ് എനിക്ക് തോന്നി എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആരെയും ഡിസ്കറേജ് ചെയ്യുന്നതല്ല. ഒരുപാട് പേര്, ഇപ്പോൾ ഒരു 90% ആൾക്കാരും എപ്പിഡ്യൂറൽ സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞ് ആരും അങ്ങനെ എന്തൊരു നെഗറ്റീവായിട്ട് എപ്പിഡ്യൂറലിനെ കരുതണ്ട കേട്ടോ. എനിക്ക് കുറച്ച് പെയിൻ ടോളറൻസ് ഉള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് എപ്പിഡ്യൂറൽ വേണ്ട, അല്ലെ പെത്തറിൻ വേണ്ട എന്ന് ഞാൻ പറഞ്ഞത്.
11 ലേബർ റൂമിൽ കയറുന്നത് ഞാൻ. അന്നേരം തൊട്ട് ഞാൻ അനുഭവിക്കുന്ന വേദനയാണ്. 2 മണിയായപ്പോൾ എനിക്ക് ARM ചെയ്തു. അതിനുശേഷം സിവിയറായിട്ടുള്ള പെയിൻ ആയിരുന്നു. വാട്ടറും പോയി, പക്ഷേ സർവീസ് കംപ്ലീറ്റ് ഡയലേറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. സോ ഇടയ്ക്ക് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നമുക്ക് രാവിലെ ആയിട്ടും ഇതിന് പ്രോഗ്രസ് ഇല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്യാം എന്ന്. അങ്ങനെ ഒരു പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ എനിക്ക് എന്താ പറയുക, എനിക്ക് ഇനി സഹിക്കാനുള്ളൊരു ശക്തിയില്ലായിരുന്നു. കാരണം പുഷ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്തോ ഒരു ബ്രീത്ത് എടുക്കാനുള്ള സ്ട്രെങ്ത് പോലും ഇല്ലാത്ത അവസ്ഥയായിപ്പോയി. ഒരു സൈഡിൽ പെയിന്, രണ്ടാമത്തെ സൈഡിൽ ഞാൻ അമിതമായിട്ട് ഓവറായിട്ട് ഗ്യാസിനെ ഡിപ്പെൻഡ് ചെയ്തു. ഗ്യാസിന് വലിയ സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ഓക്സിജൻ എടുക്കുന്നത് പോലെ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ലൈറ്റ് ഹെഡ് ആയിട്ടും ഡിസ്സി ആയിട്ടും നമ്മുടെ ഒരു കോൺഷ്യസ് ലെവൽ പോകും. ചിലർക്ക് അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൺട്രാക്ഷൻ പെയിൻ വരുമ്പോഴാണ് നമ്മൾ ബേബീനെ പുഷ് ചെയ്ത് പുറത്തോട്ട് ഇതാക്കേണ്ടത്. പക്ഷേ ആ സമയത്ത് നമുക്ക് ബോധമില്ലാണ്ടായിപ്പോയാൽ പുഷ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നോർമൽ ഡെലിവറി സാധിക്കുകയില്ല. സോ അത് ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റാണ്. പെത്തഡിനും എപ്പിഡ്യൂറലും വേണ്ടാന്ന് പറഞ്ഞ് ഗ്യാസ് എടുത്തു. ഗ്യാസിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നായിരുന്നു എൻ്റെ ഒരു വിചാരം. പക്ഷേ എന്താ പറയുക, എനിക്ക് അവസാനം എൻ്റെ പിടി കംപ്ലീറ്റ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. ജിനുവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ ഗ്യാസിൻ്റെ ട്യൂബ് വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ ഇൻഹേൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതൊരു ഓക്സിജൻ എടുക്കുന്നത് പോലത്തെ ഒരു രീതിയിലോട്ട് വന്നു. കാരണം ഇൻഹേൽ ചെയ്യുക, എക്സേൽ ചെയ്യുക, ഇൻഹേൽ ചെയ്യുക, ഇത് തന്നെ കണ്ടിന്യൂസ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അത് പന്തിയല്ല എന്ന് തോന്നിയത് കൊണ്ടായിരിക്കാം. നേഴ്സസ് പറഞ്ഞു ഓക്കെ ഗ്യാസ് മേടിക്കുക, ഇനി കൊടുക്കണ്ട, ഇപ്പം അത് മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ഞാൻ കണ്ണടച്ച് ഞാൻ പകുതി ഉറക്കം പോലെയാണ്. എൻ്റെ ചുറ്റുപാട് നടക്കുന്നതൊക്കെ എനിക്ക് കേൾക്കാൻ പറ്റും. പെയിൻ എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. കാരണം എനിക്ക് അങ്ങനെ ഒരു കോൺഷ്യസ്നെസ് ഉണ്ടായിരുന്നു, ഞാൻ പുഷ് ചെയ്താലേ എൻ്റെ ബേബി വെളിയിലോട്ട് വരുമെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങിപ്പോകരുതെന്നൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരിക്കലും ഈ ട്യൂബ് ജിനുവിന് ഹാൻഡ് ഓവർ കൊടുക്കാനുള്ള ഒരു മനസ്സില്ല. കാരണം അത് പോയി കഴിഞ്ഞാൽ ഈ ലോകത്ത് എന്നെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഈ ഗ്യാസിന് മാത്രമാണെന്നൊരു ചിന്തയായിപ്പോയി എനിക്ക്. അവസാനം ജിനു ട്യൂബെ പിടിച്ചപ്പോൾ ഞാൻ കടിച്ചു പിടിച്ചു. അതുപോലെ ഞാൻ ഡിപ്പെൻഡായി അതിൽ. അവസാനം ജിനു ഒരു നേഴ്സായതുകൊണ്ട് പെട്ടെന്ന് ബാക്കിൽ നിന്ന് അതിൻ്റെ കണക്ഷൻ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. എങ്കിലും എന്താ പറയുക, ഞാനത് ഇൻഹേൽ ചെയ്തുകൊണ്ടേയിരുന്നു. അത്രയ്ക്കും പെയിനായിരുന്നു എനിക്ക്. രാവിലെ ഒരു 8 o'clock കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാണ്ടായിപ്പോയി. അപ്പോൾ എൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് അവർ ചോദിച്ചു എനിക്ക് പെത്തഡിൻ തരട്ടെ എന്ന് ചോദിച്ചു. ടു ബി ഓണസ്റ്റ് ഇവർ ചോദിച്ചതൊന്നും ഞാൻ ഓർക്കുന്നില്ല. കാരണം ഞാനൊരു അബോധാവസ്ഥ പോലെ ആയിപ്പോയി എനിക്ക് ആ സമയമായപ്പോഴത്തേക്കും. അപ്പം ഞാൻ ഓക്കെ തന്നോളാൻ പറഞ്ഞു. അവസാനം അവർ പെത്തഡിന് എടുത്തുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഈ അബോധാവസ്ഥയിൽ ഞാൻ ചോദിച്ചു കൊച്ചിനെ ഇത് അഫക്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 15 minutes കൂടുതൽ ബേബി നമ്മുടെ ഉള്ളിൽ പെത്തഡിന് ശേഷം ഉണ്ടെങ്കിൽ ആ കുഞ്ഞിലോട്ടത് അമ്പലിക്കൽ കോഡിൽ കൂടെ ചെല്ലും. പിന്നെ കുഞ്ഞിന് ചെറുതായിട്ടൊരു ഡിസ്ട്രെസ്സ് ചില ബേബി നന്നായിട്ട് കിടന്നാൽ അങ്ങനെ ഒരു ഉറക്കത്തിൻ്റെ ഇതിലോട്ട് പോകും, അതേ ഉള്ളെന്ന് പറഞ്ഞു. അതൊന്നും സത്യം പറയാൻ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞതേ ഇല്ല കേട്ടോ, ഞാനിങ്ങനെ ചോദിച്ചതൊന്നും. കാരണം ആ ഒരു അവസ്ഥ പെയിനും ഈ ഗ്യാസും കാരണം ഞാൻ ആ ഒരു സിറ്റുവേഷനിലോട്ട് ആയിപ്പോയി.
unfortunately, I don't think she's very far away though, okay? Oh god, Alright, I I really don't think can't. she's very far. I know. Just try and stay on that gas as much as you can, okay, Yes, during those contractions. Yes, I know. Alright. Just have deep breaths through. Yes, Okay, really slow your breathing down when you do have a contraction, okay, with the gas. And then once the contraction's gone, gas comes out, you just breathe normally then, okay? Alright. Only gas with the contraction. Okay. And really nice deep breaths in. So I want you to go. So in for 3, out for 3. Really slow your breathing down, okay? Alright, you're so knackered, aren't you? Just need to sleep. I don't think she's very far away, guys, honestly. Okay. കൺട്രാക്ഷൻ വരെ ഗ്യാസ് എടുത്തിട്ട് 3 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട് 3 സെക്കൻഡ് വേണോ കൺട്രാക്ഷൻ വരുന്നുണ്ട് വെയിറ്റ് ചെയ്യുക അത് പുഷ് ചെയ്ത് ഉടനെ കൺട്രാക്ഷൻ ഇല്ല ഇപ്പോൾ 0 ആയി കുഞ്ഞു പുറത്ത് വരണ്ടേ ഉറങ്ങി ഭയങ്കര Just tell them. പറ്റും ട്രൈ കാലിനകത്ത് വെച്ച് കാലത്ത് വെച്ചിട്ട് പുഷ് ചെയ്ത് നോക്കി ഒരു ദിവസത്തെ Yeah, but then that is also very, very slow. 50% is 999 You would have to take lovely. താങ്ങ് വേണ്ടി Yes, yeah. ചോദിച്ചാൽ പറ്റുന്ന പ്രചോദനം Just before that, and it was like 200 mils. So I have documented it was after the ARM. But she, Yes, I, there's loads of them. She'll have to try to put everything out there. ഞാൻ നമുക്ക് കൊച്ചാണ് അറ്റത്ത് വന്നിരിക്കുന്നതുകൊണ്ടാണ് നീ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ഭാഗം മാറിക്കോളും കുഞ്ഞിന് വേണ്ടിയല്ലേ മരുന്നിട്ട് മരുന്ന് റെഡിയാക്കി വെച്ചപ്പോൾ അതൊന്നും ചെറുത് നിനക്ക് അറിയാൻ പറ്റുന്നുണ്ടോ
Yeah, so use all of the bits. I wrote some baby fans and bits up for you for everything. Hi guys. Hey. Baby moving. Where choose your pain? You got any headaches? Good vision? No? What about your loss down below? Is your you feeling baby move all the time? That's it. Sorry, what's your name? Jinu. ആണോ എഫക്റ്റില്ല Oh yeah. Try using fresh water, lovely, okay? രാത്രി 11 മണിക്ക് തുടങ്ങിയ പെയിനാണ്. ആ അംഗം 8 മണിയായിട്ട് അവസാനിച്ചില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡോക്ടേഴ്സ് പറഞ്ഞ് ഇൻഡ്യൂസ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ അടുത്ത വേദന. അപ്പോൾ അതൊക്കെ വേണ്ടി വരുമല്ലോ എന്ന് ഓർത്തിരിക്കപ്പോഴാണ് ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് എന്ന രീതിയിൽ 8 മണിയായപ്പം ഇവരൊന്നുകൂടെ എക്സാമിനേഷൻ ചെയ്തപ്പം ഡയലേഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നോർമൽ ഡെലിവറി ആയിക്കോളും എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് കുറച്ച് സമാധാനമായി. ഞാൻ അന്നേരം ഈ ഗ്യാസ് എടുത്ത് ഇരിക്കുവാണ്. അതിൻ്റെ ഇടയ്ക്കും വീട്ടിൽ നിന്ന് മമ്മിയൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. മമ്മി വീഡിയോ കോൾ ചെയ്തു. മമ്മിയുടെ കരച്ചിൽ ഒരു സൈഡിൽ. കാരണം നമ്മുടെ അമ്മമാരല്ലേ, അവർക്ക് നമ്മളീ കിടന്ന് വിഷമിക്കുന്നത് കാണുമ്പോൾ അടുത്തില്ലാണ്ടായി പോയതിൻ്റെ ഒരു സങ്കടം. എനിവേ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലം. ഞാനും എന്തോരം പ്രാർത്ഥിച്ചു എന്നൊന്നും എനിക്കറിയത്തില്ല. എങ്ങനെയെങ്കിലും ഈ വേദനയിൽ നിന്നൊരു മോചനം എനിക്ക് വേണം. അന്ന് ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പകുതി വഴിക്ക് വെച്ച് ഉപേക്ഷിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. നമ്മൾ പ്രഗ്നൻ്റായി ഒരു 9 months നമ്മൾ കൊണ്ടു നടന്നു. ഇനി കുഞ്ഞിനെ വെളിയിലെടുക്കുക എന്ന് പറയുന്നത് അത് നോ പറയാൻ പറ്റത്തില്ല. ഒരു കാരണവശാലും പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റത്തില്ല. എൻ്റെ മനസ്സിലൂടെ ഈ ചിന്തകളെല്ലാം പോയി. ദൈവമേ, ഞാൻ ഇനി എന്ത് ചെയ്യും? ഇതിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കുന്ന അവസാനം ഞാൻ പറഞ്ഞു പോയി. അത്രമാത്രം കഠിനം. രാവിലെ 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും വേദന കാരണവും പിന്നെ ഈ ഗ്യാസിൻ്റെ എഫക്റ്റ് മൂലം ഞാൻ മൊത്തത്തിൽ അങ്ങ് തളർന്ന് വീണുമായിരുന്നു. അങ്ങനെ 9 മണിയായപ്പോഴാണ് കുഞ്ഞിൻ്റെ തല വെളിയിൽ വന്നത്. സഹിക്കാൻ വയ്യാത്ത പെയിൻ വന്നപ്പോൾ ഞാൻ ചെയ്തത് എന്താണെന്ന് എനിക്കൊരു ഓർമ്മ പോലും ഇല്ല. ഞാൻ പില്ലോ എടുത്ത് എറിയുകയും കൈയിട്ട് അടിക്കുകയും ചെയ്യുന്നുണ്ട്. അത് അവിടെ ഉണ്ടായിരുന്ന നഴ്സുമാരുടെ മേത്ത് കൊണ്ടു. അബോധാവസ്ഥയിലാണെങ്കിൽ പോലും ഞാൻ അവരോട് അപ്പോളജൈസ് ചെയ്തു. ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ അവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. We had the Pathidine Sanji, you quarter need to two. push up to get So his we baby just out. wanted to do here because we pay. Oh, we nice and slow now. Right, heads out, okay? Oh! Wait, no, wait for this next contraction.
get out. Oh my god. Have you got that itch? Yeah. Right, come on then. It's okay, it's okay. It's going down, okay? Yeah. Come on then, give us a Come on, push. push. More push, more push. Lagi sekali sampai, okay? Lagi jangan ada patah. Pushy. Have you got a pain? Pushy. Yeah. Right, come on Push, then. push, Give us a push. big push. Push. Give us a big Strong push. pushy. Strong push, strong head. Come on. Come Yeah. on, really big Come on. push. Yeah. And again. Come on. Push. Push. No pushy. You need to push. Quick, No, come push on. it. Really big push. No, no, to no push, pushy. okay? Pushy. Yeah, correct. Yeah. You showed. Yes. Yes, she's out. Yeah, she's here. It's done. Yay, congratulations. She's lovely. Look at her. She's tiny. Little doll. Yeah, this way. Put it on. It's our cut it, yeah. Yeah, let's put it normal then. She's fine. I'm just gonna cut your pants It's done. Yay! Look at me here. Look. Look here. Oh my god, she's so tiny. How big was your other child?